കർണാടകയിലെ യാത്രാ ദുരിതം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ തീരുമാനമുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അത് കേരളത്തെ സാരമായി ബാധിക്കുന്ന രീതിയിൽ ആവാതിരിക്കാൻ അല്ലെങ്കിൽ അതിനെ തടയിടാൻ കേരളത്തിൽ നിന്നുള്ള എംപിമാർക്കോ സർക്കാരിനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്നത്. ഈ തീരുമാനം കേരളത്തെ ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുക? തീർച്ചയായും കെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 2024 മുതൽ തന്നെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുമായി കർണാടകയിലെ BJP നേതാക്കൾ, പ്രത്യേകിച്ച് ചിക്കമംഗളൂരു, ദക്ഷിണ കന്നഡ, ഉടുപ്പി, ശിവമോഗ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള എംപിമാർ ഇത് നിരന്തരമായി ഉന്നയിക്കുന്നൊരു വിഷയമാണ്. അതായത് മംഗളൂരുവിനെ കൃത്യമായി തന്നെ ഈ ഡിവിഷനിൽ നിന്നും മാറ്റണമെന്നുള്ളത്. ആ ആവശ്യത്തിനാണ് ഇപ്പോൾ അംഗീകാരം നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും പാലക്കാട് ഡിവിഷൻ്റെ നിലനിൽപ്പിന് തന്നെ അത് വലിയ തരത്തിൽ ദോഷമാകും എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് പനമ്പൂർ പോലുള്ള കാർവാറിൽ നിന്നും തുറമുഖത്ത് നിന്നും കൊണ്ടുവരുന്ന ധാതുക്കൾ ഉൾപ്പെടെ കയറ്റി അയക്കുന്ന പ്രധാന ചരക്ക് നീക്കം നടക്കുന്ന ഒരു മേഖല കൂടെയാണ് പനമ്പൂർ പോലുള്ള മേഖല. ഈ മേഖല നഷ്ടപ്പെടുന്നതോടുകൂടി വലിയ തരത്തിലുള്ള റവന്യൂ നഷ്ടം പാലക്കാട് ഡിവിഷനുണ്ടാകും. സ്വാഭാവികമായും റെയിൽവേയുടെ ഇനി അടുത്തു വരാനിരിക്കുന്ന ബജറ്റുകളിൽ ഉൾപ്പെടെ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പ്രതിഫലിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങും. അങ്ങനെ നീങ്ങുകയാണെങ്കിൽ റവന്യൂ അടിസ്ഥാനത്തിലാണ് പിന്നീട് ബജറ്റ് ഉൾപ്പെടെ പ്രഖ്യാപിക്കുക എന്നുള്ള ഘട്ടത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം കഞ്ചിക്കോട് ഫാക്ടറി ഉൾപ്പെടെ നഷ്ടമായ ഒരു സാഹചര്യം കേരളത്തിനുണ്ട്. അത്തരത്തിലുള്ള വലിയ നഷ്ടമായിരിക്കും കേരളത്തിന് വരാൻ പോവുക എന്നുള്ള ഒരാശങ്കയാണ്. അതായത് 2028 കർണാടകയിൽ ഇനി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BJPയെ സംബന്ധിച്ച് അതൊരു വലിയ നേട്ടമായിരിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ച് നിശബ്ദമായ അവസ്ഥയിലേക്കും കാര്യങ്ങൾ നീങ്ങും. അതേസമയം തന്നെ കേരളത്തെ സംബന്ധിച്ച് അതൊരു വലിയ നഷ്ടത്തിലേക്ക് നീങ്ങും എന്നുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. 18 കിലോമീറ്റർ ദൂരം മാത്രമാണ് നഷ്ടമാവുക എന്ന് പ്രത്യക്ഷത്തിൽ തോന്നാം. എന്നാൽ റവന്യൂവിൽ ഇതിനകത്ത് വലിയ തരത്തിലുള്ള കമ്മി കേരളത്തിന് സംഭവിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ എംപിമാർ ഉൾപ്പെടെ ഇതിനെതിരെ ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ എത്രമാത്രം ഫലത്തിൽ വരും? പ്രത്യേകിച്ച് കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയാണ് വി സോമണ്ണ. അദ്ദേഹം ഇപ്പോൾ പ്രസ്താവന ഉൾപ്പെടെ പുറത്തിറക്കി. ഇത് വലിയ നേട്ടമാണ് കർണാടകത്തിന്. BJP ഒരുപാട് കാലമായി ഉന്നയിക്കുന്ന ആവശ്യമാണ് എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ റവന്യൂ നൽകിയിട്ട് പോലും കേരളത്തിനോട് റെയിൽവേ തുടരുന്ന അവഗണന തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടെയാണ് ഇത്തരത്തിൽ മംഗളൂരു എന്ന് പറയുന്ന ഒരു ഡിവിഷൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരിക്കുന്നത്. കെ രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. രാകേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടകയിൽ കൃത്യമായി അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ അവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ BJP ഉൾപ്പെടെയുള്ളവർ, ഒപ്പം തന്നെ അവിടെ ഭരിക്കുന്ന കോൺഗ്രസും ഒക്കെ ശ്രമിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ കേരളത്തിൻ്റെ കാര്യങ്ങൾ ആ രീതിയിൽ നേടിയെടുക്കാൻ സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇനി ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചിട്ട് എന്ത് ഫലം എന്നതുകൂടി പ്രസക്തമായൊരു ചോദ്യമാണ്. വരും ദിവസങ്ങളിൽ അതിനുള്ള മറുപടി ലഭിക്കുകയും ചെയ്യും.